Hi all, welcome back to Click. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് കില നടത്തുന്ന ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, ലെക്ചർ ഇൻ IT പോസ്റ്റിലേക്ക് ആ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് കിലയുടെ വെബ്സൈറ്റിൽ സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്തോളൂ കേട്ടോ. പിന്നെ കേരള PSC കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഗ്രാജുവേഷൻ യോഗ്യതയായിട്ട് പറയുന്ന എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്കും കൂടെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ്സ് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി തന്നിട്ടുള്ള സിലബസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 6 മൊഡ്യൂൾസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. നമുക്ക് ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. അതിനകത്ത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ വരുന്നുണ്ട്, പിന്നെ മൈക്രോ പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്. മൈക്രോ പ്രോസസ്സേഴ്സ് 80, 85, 86 ആണ് ചോദിക്കുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. തേർഡ് മൊഡ്യൂൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതിനകത്ത് ഊപ്സ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ദെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒരു സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് ചോദിക്കുന്നത്. ദെൻ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ DBMS, സിക്സ്ത് നെറ്റ്വർക്കിംഗ് ആൻഡ് വെബ് ടെക്നോളജി. അതിനകത്ത് ഡേറ്റ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും പിന്നെ വെബ് ടെക്നോളജി ലൈക്ക് HTML, CSS, XML, PHP അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് നമ്മുടെ 6 മൊഡ്യൂൾസിന്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം ഭേദപ്പെട്ട പേ സ്കെയിൽ ഉണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിട്ടയായിട്ടും അതുപോലെ കൃത്യമായിട്ടും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തത് കൊണ്ട് ഈ എക്സാം വരെ പഠിക്കാനായിട്ട് വില്ലിങ് ആണെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു പരീക്ഷ. ഓക്കെ, പിന്നെ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം, തന്നിട്ടുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം തന്നെ കെയർഫുള്ളി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ദാറ്റ് ടു ഇൻക്ലൂഡിങ് PYQs. അപ്പോൾ വെരി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സഹായകമാകുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുള്ള കുട്ടികൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ. അതിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോ സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.